കായംകുളത്ത് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. അഴിമതിയും കടുപാടിസ്ഥതയും മൂലമുണ്ടായ ബാധ്യത പാവപ്പെട്ട ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചതെന്നുകൊണ്ട് ഭരിക്കുന്ന പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചാണ് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പല ഗവൺമെന്റുകളുടെ കാലയളവിലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ചാർജിന്റെ വർധനവെന്ന് പറയുന്നത് കേവലം ഒരു തവണ മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 5ാമത്തെ തവണയാണ്. 2017-ലും 2019-ലും 2022-ലും 2023-ലും 4 തവണ വർദ്ധിപ്പിച്ച ശേഷമാണ് വീണ്ടും 2024-ൽ 5ാം തവണ വർധനവിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കടന്നു പോകുന്നു. ഇവിടെ വൈദ്യുതി ചാർജിൽ മാത്രമല്ല വർധനവുണ്ടാകുന്നത്, വൈദ്യുതി സർചാർജിൽ വർധനവുണ്ടാകുന്നു, വൈദ്യുതി ഡ്യൂട്ടിയിൽ വർധനവുണ്ടാകുന്നു. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈനുലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു. വെള്ളക്കരമാകട്ടെ, ഭൂനികുതിയാകട്ടെ, സാധാരണക്കാരന് വീട് വെക്കാൻ പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴുള്ള നികുതിയാകട്ടെ, ഫീസാകട്ടെ, അതെല്ലാം 100 ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ CPM-ന് ഇക്കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായവും ഇതുവരെ ഉണ്ടായിട്ടില്ല. AJ ഷാജഹാൻ, AP ഷാജഹാൻ, CA വാഹിദ്, അലക്സ് മാത്യു, ജോൺ K മാത്യു, രാജൻ ചെങ്കിളി, N രാജഗോപാൽ, ഗായത്രി തമ്പാൻ, AM കബീർ, MR സലിം ഷാ, KK നൌഷാദ്, വിശാഖ പത്തിയൂർ, അരിത ബാബു, അജിമോൻ കണ്ടല്ലൂർ, അഫ്സൽ പ്ലാമൂട്ടിൽ, P രാജേന്ദ്രകുറുപ്പ്, K രാജേന്ദ്രകുമാർ, തയ്യിൽ റഷീദ്, R ഭദ്രൻ, ബാബു കൊരമ്പള്ളി, പനക്കൽ ദേവരാജൻ, G മോഹൻദാസ്, N രാജശേഖരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.